ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സുദീപ്സ് ഇംഗ്ലീഷ് കോൺസൽ. ഞാൻ സുദീപ് സോമൻ തടത്തിൽ. നമുക്ക് നോക്കാം പുതിയൊരു ടോപ്പിക്. സോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ആണ് അല്ലേ? തുടക്കക്കാർക്ക് വേണ്ടിയുള്ള പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് കുറേ ദിവസങ്ങൾ കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന്, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന, ഒരു പെർമിഷൻ ചോദിക്കുന്ന മേ ഉപയോഗിച്ച് ചോദിക്കുന്ന മേ ഐ എന്നുള്ള ഉപയോഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മേ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തോട്ടെ, മേ ഐ ഞാൻ ചെയ്തോട്ടെ. അപ്പം നമുക്ക് വളരെ വിനീതമായിട്ട് റെസ്പെക്റ്റോടെ പൊളൈറ്റോടെ ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുന്ന, ഏറ്റവും ഭംഗിയായി ചോദിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് മേ ഐ. ബിക്കോസ് ഇത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഉപയോഗമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. വളരെ പൊളൈറ്റ് ആയിട്ട്, വളരെ വിനീതമായിട്ട് നമ്മൾ ചോദിക്കുന്ന രീതിയാണ്. അപ്പം ഈ ഒരു രീതി നമ്മൾ ചോദിക്കുമ്പം ആ ചോദ്യം കേൾക്കുന്നവർക്ക് ഒരു വിരക്തി, ഒരു കാര്യവും ഉണ്ടാകില്ല. അതിന് പകരമായിട്ട് വളരെ സന്തോഷം തോന്നുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഏതൊരു കാര്യത്തിനും ഇപ്പം നമുക്ക് ഒറ്റയ്ക്ക് അനുവാദം ചോദിക്കണമെങ്കിൽ, ഏതൊരു കാര്യത്തിനും ഒറ്റയ്ക്ക് അനുവാദം ചോദിക്കാൻ വേണ്ടി ഉള്ള ഒരു രീതിയാണ് മേ ഐ. ഓക്കെ, ഇപ്പം ഞാൻ പൊക്കോട്ടെ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഞാൻ പൊക്കോട്ടെ, മേ ഐ ഗോ. നമ്മളത് എങ്ങനെയാണ് ചോദിക്കേണ്ടത്? മേ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പൊക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഞാൻ തുടങ്ങട്ടെ, ഞാൻ തുടങ്ങി വെക്കട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാനത് സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പം എങ്ങനെ ചോദിക്കാം? മേ ഐ സ്റ്റാർട്ട്, മേ ഐ സ്റ്റാർട്ട് എന്ന് ചോദിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഞാൻ കിടന്നോട്ടെ എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ കിടന്നോട്ടെ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അപ്പം എങ്ങനെ ചോദിക്കാം? മേ ഐ ഗോ ടു ബെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്നോട്ടെ എന്നാണ്. അതുതന്നെ ഞാൻ ഒരു ഓട്ടോ വിളിച്ചോട്ടെ എന്ന് എനിക്ക് ചോദിക്കാം. ഞാൻ ഓട്ടോ അല്ലെങ്കിൽ ഞാനൊരു ടാക്സി വിളിച്ചോട്ടെ. അപ്പം എങ്ങനെ ചോദിക്കാം? മേ ഗെറ്റ് എ ടാക്സി. ഓട്ടോ ആണെങ്കിൽ മേ ഗെറ്റ് ആൻ ഓട്ടോ. ഓക്കെ, അപ്പം ഒരു ടാക്സി ആണെങ്കിൽ മേ ഗെറ്റ് എ ടാക്സി എന്ന് നമുക്ക് ചോദിക്കാം. ഞാനൊരു ടാക്സി വിളിച്ചോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാൻ താങ്കളോട് ഒരു സംശയം ചോദിച്ചോട്ടെ എന്നാണെങ്കിലോ മേ ഐ ആസ്ക് യു എ ഡൗട്ട്, മേ ഐ ആസ്ക് യു എ ഡൗട്ട് എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഞാൻ വന്നോട്ടെ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടതെങ്കിൽ, ഞാൻ വന്നോട്ടെ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ മേ ഐ കം ഇൻ, മേ ഐ കം ഇൻ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഞാൻ താങ്കളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ, ഞാൻ താങ്കളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ എന്നാണെങ്കിൽ മേ ഐ യൂസ് യുവർ ഫോൺ, ഞാൻ താങ്കളുടെ ഫോൺ ഉപയോഗിച്ചോട്ടെ, മേ ഐ യൂസ് യുവർ ഫോൺ എന്ന് ചോദിച്ചാൽ മതി. അതുപോലെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നാണെങ്കിൽ മേ ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നാണെങ്കിൽ മേ ഐ സിറ്റ് ഹിയർ. അതുപോലെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ മേ ഐ ടേക്ക് സം റെസ്റ്റ്, മേ ഐ ടേക്ക് സം റെസ്റ്റ്. അതുപോലെ ഞാൻ എൻ്റെ ബാഗ് ഇവിടെ നിന്ന് വെച്ചോട്ടെ, അപ്പം മേ ഐ കീപ് മൈ ബാഗ് ഹിയർ, മേ ഐ കീപ് മൈ ബാഗ് ഹിയർ എന്നൊക്കെ ചോദിക്കാം. സോ ഇതുപോലെ നമുക്ക് ഏതൊരു കാര്യവും ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ എന്നാണെങ്കിൽ മേ ഐ ഉപയോഗിച്ച് നമുക്ക് ആരോടും റെസ്പെക്റ്റോടെ ചോദിക്കാം. ഞാനൊരു കാര്യം ചെയ്തോട്ടെ എന്നാണെങ്കിൽ മേ ഐ ഉപയോഗിച്ച് നമുക്ക് ആരോടും ബഹുമാനപൂർവ്വം ചോദിക്കാവുന്ന ഒരു രീതിയാണ് ഞാൻ ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുന്ന രീതിയാണ് മേ ഐ. ഓക്കെ, അപ്പം ഇതുപോലെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട്, പുതിയൊരു നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ, അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ എല്ലാ ടോപ്പിക്സും നമുക്ക് ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്. സോ ആർക്കെങ്കിലും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ എല്ലാ ടോപ്പിക്കിൻ്റെ വീഡിയോ നമുക്ക് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാവുന്നതായിരിക്കും. സോ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ നെക്സ്റ്റ് ടോപ്പിക്. ടിൽ ദെൻ ബൈ.